ഹായ് നമസ്തേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി കൊണ്ടുള്ളതാണ്. ഉള്ളിത്തൊക്കെന്ന് പറയും. അതായത് തമിഴ്നാട്ടിൽ അവർ പറയുന്നത് ഉള്ളിത്തൊക്കെന്നാണ്. നമ്മളെ കേരളത്തിലോട്ട് വരുമ്പോൾ ഉള്ളി അച്ചാറെന്ന് പറയും. അപ്പോൾ ആരെങ്കിലും ഈ ഉള്ളി അച്ചാർ കഴിച്ചിട്ടുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റാണ്. 250 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലെണ്ണ ഒഴിച്ച് ഉള്ളിയെ നമുക്ക് ശാല ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 to 1/2 സ്പൂണിനകത്ത് ഉലുവാപ്പൊടി, 1/2 to 1/4 സ്പൂണിനകത്ത് നമ്മൾ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ഉള്ളി കറക്റ്റ് പാകത്തിന് വെന്ത് കാണും. അപ്പോൾ അതിന് നമുക്ക് കോരി മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളിയും മുളകും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പോൾ എനിക്ക് കുറച്ച് എരിവും പുളിവും വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞ് പേസ്റ്റാക്കിയിട്ട് എടുത്ത് വെച്ചിരുന്ന പൊടിയിലോട്ട് കലക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിക്കോരിയെടുത്ത എണ്ണ മിച്ചം ഉണ്ടാവില്ല, ആ എണ്ണയിലേക്ക് കടുക് വറുത്തതിന് ശേഷം കലക്കി വെച്ച മസാലകൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കറക്കി കുറച്ച് വെള്ളത്തിൻ്റെ അംശങ്ങൾ കാണും, അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം തിളപ്പിക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പും ഇട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചേർക്കാം? നേരത്തെ മാറ്റി വച്ചിരുന്ന ഉള്ളിയുണ്ടല്ലോ, ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ ഈ പരുവത്തിനാണ് ഉള്ളി ഇടുന്നത്. ഉള്ളി ഇട്ടതിന് ശേഷം എല്ലാ മസാലകളും കൂടെ ചേർത്ത് ഉള്ളിയോട് വഴട്ടി എടുക്കുമ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു വാക്യത്തോടെ കപ്പലോടുകയല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതുവരെ ബായ്.